ദൈവം നമ്മെ മഹത്വപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതം ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവം നന്ദി കരയ്ക്കുന്നു. കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ നിങ്ങളെ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധ്യാനിക്കേണ്ട ഭാഗം ഇങ്ങനെയാണ്: സൗഖ്യമാക്കുന്നതിനും ആനന്ദിക്കുന്നതിനും വേണ്ടി ഉള്ള ഒരു ദിവസം ആകുന്നു ശബത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു ശബതിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവിൻ, ശബതിൽ അരുത് എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്നതായ ഒരു ഭാഗമാകുന്നു. ഏതാണ്ട് 18 വർഷക്കാലം കൂനിയായി ജീവിച്ചതായ ഒരു സ്ത്രീയെ കർത്താവായ യേശു ക്രിസ്തു ശബതിൽ കണ്ടു. അവരുടേതായ ആ രോഗം നിമിത്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ശാരീരികമായ വേദനകളെ കർത്താവ് മനസ്സിലാക്കി. അവരുടെ മാനസിക പീഡകളെ അവർ മനസ്സിലാക്കി. കർത്താവ് അവരോട് അനുകമ്പയുണ്ടായി. കർത്താവ് അവരുടേതായ ആ ഒരു ബലഹീനതകളെ, അല്ലെങ്കിൽ ആ ഒരു ദയനീയത, അവരെ ബന്ധിച്ചിരുന്നതായ ആ രോഗത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് വിടുവിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 18 വർഷക്കാലം ആർക്കും സൗഖ്യമാക്കാൻ കഴിയാതെ, ആർക്കും വിടുവിക്കാൻ കഴിയാതെ, ആർക്കും മോചനം കൊടുക്കുവാൻ കഴിയാതെ ബന്ധസ്ഥനത്തിലായിരുന്നതായ ആ സ്ത്രീയെ സൗഖ്യമാക്കിയത് അന്നത്തെ പള്ളി പ്രമാണിക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം പ്രത്യേകിച്ചും ശബദിനത്തിലായതുകൊണ്ട്. ശബദിവസം എന്ന് പറയപ്പെടുന്നത് സന്തോഷം എണ്ണേണ്ടതാണ്. മറ്റുള്ളവരുടെ സന്തോഷം കൂടെ നമ്മൾ കാണണം, മറ്റുള്ളവരുടെ സമാധാനം, അവരുടെ വിടുതൽ, അവരുടെ മോചനം. അതാണ് ശബദിൻ്റെ പ്രാധാന്യം എന്ന് കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. ശബദ് സൗഖ്യമാകുന്ന ഒരു ദിവസമാണ്, സൗഖ്യമാക്കപ്പെടുന്ന ദിവസമാണ്. മറ്റ് ദിവസങ്ങളിൽ സൗഖ്യത്തിൻ്റെ അല്ല, അധ്വാനത്തിൻ്റെയാണ്. എന്നാൽ വിടുതലിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ദിവസമാകുന്നു ശബദ് എന്നുകൂടെ കർത്താവ് തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നാം ആരാധന എന്ന് പറയപ്പെടുമ്പോൾ നാം പൂർണ്ണമായും നാം കർത്താവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ദൈവഹിതം നമ്മളിലൂടെ പ്രവൃത്തിപഥത്തിൽ വരികയും ആ പ്രകാശം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാക്കി തീർക്കുകയും ചെയ്യണം. മറ്റ് എല്ലാ ചിന്തകളും വെടിഞ്ഞിട്ട് നാം ദൈവവുമായി ഇഴുകിച്ചേരുന്ന ഒരു അനുഭവം നോക്കിയേ. ഇവിടെ ആ ഒരു ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കുന്ന പ്രവർത്തനം അനുഭവിക്കുവാൻ വിശുദ്ധമായ ശബദില് ആ സ്ത്രീക്ക് കഴിഞ്ഞു. അനേക വർഷം ആ സ്ത്രീ ദേവാലയത്തിൽ വരുന്നുണ്ട്, പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആർക്കും വിടുതൽ നൽകുവാൻ കഴിഞ്ഞില്ല. അരുമനാഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ശബദിനും കർത്താവായിരിക്കുന്ന കർത്താവ് ശബദിൽ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ആ ദേവാലയത്തിൽ വിശുദ്ധമായ ശബദിവസത്തിലെ വന്നതായ ആ കുനിയായ സ്ത്രീയുടെ ബന്ധനം അവിടെ നിന്ന് വിടുവിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം, സങ്കീർത്തനം 50-ന്റെ പറയപ്പെടുന്നത്: സ്തോത്രയാഗം എന്ന യാഗം അർപ്പിക്കുന്നതിനെല്ലാം എന്നെ മഹത്വപ്പെടുത്തുന്നു. നാം എപ്പോഴാണ് സ്തോത്രം പറയണത്? സന്തോഷമുള്ളപ്പോഴാണ്. ഇവിടെ ആ സഹോദരിക്ക് വിടുതലുണ്ടായത് സന്തോഷമാണ്. അവിടുത്തെ പ്രമാണിമാരും നോക്കേണ്ടത് ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. പ്രിയ സഹോദരങ്ങളെ, ശബദിൽ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. നാം ശബദിൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാ. ഇത് സ്വന്തം കാര്യം നോക്കിയതല്ല, തന്നിലൂടെ ആ ദൈവിക മഹാപ്രവൃത്തി ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിലൂടെ ദൈവം ശബദിൽ ഇതുപോലതായ വിടുതലിൻ്റെതായ, സന്തോഷത്തിൻ്റെതായ, സമാധാനത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. യേശു ശബദിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണിക്ക് നീരസമുണ്ടായി. പള്ളിപ്രമാണിമാരെ പ്രീതിപ്പെടുത്തലല്ല ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ഉത്തരവാദിത്വം ഓർത്തിരിക്കുക. ദൈവം നിന്നെ എന്താണോ പരമേൽപ്പിച്ചിരിക്കുന്നത് അത് നീ പ്രാർത്ഥനയോടുകൂടെയും വിശ്വസ്തയോടുകൂടെയും ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുക എന്നതാണ്. പള്ളിപ്രമാണിമാരെ പ്രീതിപ്പെടുത്തലല്ല, അതിനുവേണ്ടിയല്ല ദൈവം തന്നെ എന്ത് ചെയ്യുന്നത്, വിളിച്ചിരിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ്. ദൈവനാമം മഹത്വപ്പെടുത്തേണ്ട നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയപ്പെടുന്നത്: വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ എന്ന് ഉച്ചത്തിലും വിഹാരത്തോടുമാണ് ജനത്തോട് വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ,
നാം ധാർമ്മിക ബോധമുള്ളതായ, ദൈവിക ജ്ഞാനവും പരിജ്ഞാനമുള്ളതായ മക്കളായിരിക്കണം. ശബദിൽ നന്മകൾ ചെയ്യുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, പല അജ്ഞതകളെയും അകറ്റുവാൻ അവിടുത്തെ പ്രിയപുത്രനിലൂടെ നൽകിയിരിക്കുന്നതായ സാരോപദേശങ്ങൾക്കും ദൃശ്യമായ സാക്ഷ്യമാക്കിയിരിക്കുന്നതായ സാക്ഷ്യങ്ങൾക്കുമായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു വ്യക്തിയുടേതായ വിടുതലിനും സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ളതായ ആത്മീയമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുവാനുള്ളതായ കൃപയും നൽബുദ്ധിയും നൽകി അവിടുന്ന് മാനിക്കുമാറാകണമേ. ആത്മീയ ശക്തി നൽകി അവിടുന്ന് മാനിക്കുമാറാകണമേ. ഇനിയുള്ള നാളുകൾ കർത്താവേ, ആരാധന എന്ന് പറയുമ്പോൾ ആത്മീയമായ നല്ല പ്രവർത്തനങ്ങളിലൂടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വീകരിക്കുവാൻ ശക്തിയിരിക്കുമാറാകണമേ. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.